പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം ഇന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 3000-ഓളം പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് ദേവസ്വം ബോർഡ് അവകാശപ്പെടുന്നത്. മലയരയ മഹാസഭ ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ വിട്ടുനിൽക്കും. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം 3 സെഷനുകളിലായി ചർച്ചകളുണ്ടാകും. ശബരിമല മാസ്റ്റർ പ്ലാൻ, തീർത്ഥാടന ടൂറിസം, തിരക്ക് നിയന്ത്രണം തുടങ്ങിയ വിഷയങ്ങളിലാണ് 3 വേദികളിലായി ചർച്ചകൾ നടക്കുന്നത്. വിവരങ്ങളുമായി വേദിയിൽ നിന്ന് സുധീഷ് ഗോപാലും എം മനോജുമാണ് ചേരുന്നത്. ആദ്യം സുധീഷിലേക്കാണ്. സുധീഷ്, ആർഭാട സംഗമം നമുക്ക് ഒറ്റ വാക്കിൽ അങ്ങനെ വിളിക്കാം സർക്കാരിന്റെ ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തെ. അങ്ങനെ തന്നെയാണ്, വലിയ ആർഭാടപരമായി തന്നെയാണ് ഇവിടെ ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ ഒരു ആഘോഷം നടത്തുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. ഇത് അടിസ്ഥാനപരമായ അയ്യപ്പന്മാരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി പറയാവുന്നത്. നമുക്ക് ഏറ്റവും എടുത്തു തന്നെ പറയാം, ഇപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടേക്ക് വരുന്ന എരുമേലിയിലുള്ള ആശുപത്രി അടക്കമുള്ള അടിസ്ഥാനപരമായി സർക്കാരിന് ചെയ്യാവുന്ന വികസന കാര്യങ്ങൾ, വീതി കുറവ് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ പോകുന്നു. പാർക്കിംഗ് സംവിധാനങ്ങൾ അടക്കമുള്ള സേവനത്തിനെത്തുന്നവർക്ക് പോലും അടിസ്ഥാന സൗകര്യമില്ല എന്ന യാഥാർത്ഥ്യം നിൽക്കുന്നു. അതിന് പരിഹരിക്കാൻ കഴിഞ്ഞ 9 വർഷമായി ഒന്നും ചെയ്യാത്ത പിണറായി സർക്കാരാണ് ഇത്തരത്തിലൊരു ആഘോഷം സംഘടിപ്പിക്കുന്നതെന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇവിടെ തന്നെ ഇപ്പോൾ ഇവിടെ എത്തുന്ന അയ്യപ്പന്മാർക്ക് തന്നെ ഈ വാഗ്ദാനം പല രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും അവർ സൗകര്യമോ ഇല്ലെങ്കിൽ താമസ സൗകര്യമോ പോലും കൃത്യമായി ഏർപ്പെടുത്തി നൽകാതെയാണ് ഇവിടെയൊക്കെ ഇന്ന് ഈ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളവരും എത്തുന്നത് എന്നത് തന്നെയാണ് നമുക്ക് അതിന്റെ ഈ പൊള്ളത്തരങ്ങളുടെ, വാഗ്ദാനങ്ങളുടെയും പ്രഖ്യാപനങ്ങളുടെയും പൊള്ളത്തരത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി പറയാവുന്നത്. ഇത് 10:09 ഇതിന്റെ ഔദ്യോഗികമായ ചടങ്ങുകൾ ആരംഭിക്കുമ്പോൾ അവിടെ ചർച്ച ചെയ്യുന്നവർ അതിനുവേണ്ടി മാറ്റിവെക്കുന്ന സമയമടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ഇതിലെ പൊള്ളത്തരം മനസ്സിലാക്കുന്നത്. കേവലം 1.5 മണിക്കൂർ മാത്രം 3 സെക്ഷനിലായി ഇതിന്റെ ചർച്ചകൾ നടക്കുമ്പോൾ അതിന് വലിയ രീതിയിലുള്ള ഒരു ആത്മാർത്ഥതയില്ലാത്ത ഒരു സംഗമം എന്തു തന്നെ ഇതിനെ കണക്കാക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ഏതാണ്ട് 250ഓളം പേർ വിദേശത്തു നിന്ന് എത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇതുവരെയും വിദേശികൾ ആരും തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടില്ല. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ആൾക്കാർ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് കൃത്യമായി ഈ ചർച്ചയിൽ എങ്ങനെ പങ്കെടുക്കാൻ കഴിയും എന്നത് സംബന്ധിച്ചും ഒരു രൂപരേഖ ഇതുവരെയും ഇല്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. എന്തു തന്നെയായാലും ഇത്തരത്തിൽ വലിയ ആർഭാടകരമായി ഓരോരുത്തർക്കും ഓരോ അയ്യപ്പ ഇവിടെ എത്തുന്നവർക്കും നൽകുന്നത് അയ്യപ്പന്റെ ഒരു മൊമെന്റോ അടക്കമുള്ള കാര്യങ്ങളാണ്. ആ ഇനത്തിൽ തന്നെ വലിയ ധൂർത്ത് നടക്കുമ്പോൾ കൃത്യമായും ഈ അയ്യപ്പ ഭക്തന്മാർ എന്താണോ ആഗ്രഹിക്കുന്നത്, അവരുടെ പ്രശ്നങ്ങൾ, ശബരിമലയിൽ അടക്കമുള്ള മാസ്റ്റർ പ്ലാൻ എങ്ങനെയായിരിക്കണം എന്നത് ചർച്ച ചെയ്യാൻ ഭക്തരുടെ പ്രതിനിധികളായി ആരും തന്നെ യഥാർത്ഥത്തിൽ പങ്കെടുക്കുന്നില്ല. ചർച്ചയിൽ സജീവമായി അല്ലെങ്കിൽ ആ ചർച്ച നയിക്കാനില്ല എന്നത് തന്നെ വലിയ ഒരു പോരായ്മയായി തന്നെ 3 വേദികളിലായിട്ടാണ്, 3 സെക്ഷനായിട്ടാണ് ഈ ചർച്ചകളെ. ശരി, നമുക്ക് ഈ വാർത്തയിലേക്ക് തന്നെ മടങ്ങി